ഹലോ ഗീസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് ന്യൂ ആളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് നമ്മളെ BA റാങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ടോപ്പ് മിസ്റ്റേക്കുകളാണ് ഇന്ന് ഗീസ് നമ്മൾ വീഡിയോയോട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ആളുന്നില്ല ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോകും. അപ്പൊ ഇതിലെ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ നമ്മളെ ലേറ്റ് ലാൻഡിങ് ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും BR മാച്ചിൽ നിങ്ങൾ റാങ്ക് ഒക്കെ പുഷ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്, ഒരിക്കലും നിങ്ങൾ ലേറ്റ് ലാൻഡിങ് ചെയ്യാതിരിക്കുക. അപ്പൊ ലേറ്റ് ലാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അറിയിക്കാറ്. അപ്പൊ നിങ്ങൾ സ്കോഡൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഫുൾ സ്കോഡ് നമ്മൾ ഒരു സ്ഥലത്ത് ലേറ്റ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്കോഡ് തന്നെ വൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് നല്ല രീതിക്കുള്ള മൈനസും കിട്ടും. അപ്പൊ നമുക്ക് സോളൊക്കെ ആണ് ഒരുപക്ഷെ നമുക്ക് നെക്സ്റ്റ് ഒരു ചാൻസ് കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റോളം നമുക്ക് റിവ്യൂ ടൈം ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ സ്കോഡോ ഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ മാച്ച് തന്നെ ഇല്ലാതാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലേറ്റ് ലാൻഡിങ് ഇനി മുതൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ അതുമായി തന്നെ നമുക്ക് കുറേയധികം മൈനസും കാരണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മിസ്റ്റേക്ക് നമ്പർ 2 ആട്ടോ. അപ്പൊ മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് വെച്ചാൽ നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെ തന്നെ മാച്ചിൽ പല സ്ഥലത്ത് നമുക്ക് ഇതുപോലെ തന്നെ ബോക്സ് കാണാൻ പറ്റും. ഇപ്പൊ ആനിവേഴ്സറിന്റെ ബോക്സ് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ മാക്സിമം ആൾക്കാർ ചെയ്യുന്ന ഒരു കാരണം വെച്ചാൽ നമുക്ക് നമ്മളെ ഗണ്ണ് വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രവണതയായിട്ട്. അപ്പൊ ഗണ്ണ് വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതിന് പകരമായി നമ്മൾ കൈ വെച്ചുകൊണ്ട് 2 പഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ലൂട്ട് ഫുള്ളീസ് എടുക്കാൻ പറ്റും. അപ്പൊ ക്രേറ്റ് ബോക്സ് പൊട്ടിച്ചുകൊണ്ട് ലൂട്ട് ഫുള്ളീസ് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സൈലന്റ് ആയിട്ട് എടുക്കാനും പറ്റും. അപ്പൊ നമ്മൾ ഗണ്ണ് വെച്ചുകൊണ്ട് ഫയർ ചെയ്യുന്ന ടൈമിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഗണ്ണ് വെച്ചുകൊണ്ട് ഫയർ ചെയ്യുന്ന ടൈമിൽ ലോങ്ങിലുള്ള എനിമീസിന് വരെ അതിന്റെ ശബ്ദം കേൾക്കാനും അതുപോലെ നമ്മൾ എടുത്ത ആരെങ്കിലും അവർ അലേർട്ട് ആവാനും അതുപോലെ മാപ്പിലൊക്കെ നമ്മൾ എനിമീസിന്റെ ഐക്കണൊക്കെ കാണിച്ചു തരും കേട്ടോ. അപ്പൊ അത് നമുക്ക് കുറെ അധികം പ്രശ്നങ്ങൾ നമുക്ക് മാച്ചിൽ പിന്നെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആരും ഈ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് നമ്മളെ മിസ്റ്റേക്ക് നമ്പർ 3ലേക്ക് പോവാം. അപ്പൊ മിസ്റ്റേക്ക് നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെ ഒരു കോളം കാണാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ പോയിക്കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ടെലിപ്പോർട്ട് പോലെ നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയാലും മറ്റൊരു ഐലാൻഡിൽ പോയിക്കൊണ്ട് നമുക്ക് അവിടെ ഒരു മാച്ച് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒരു ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ കുറെ ദിവസമായിട്ടുണ്ട് നമ്മൾ മാച്ചിലൊക്കെ. അപ്പൊ എന്തായാലും ഇതിൽ നമുക്ക് എനിമീസിനെ കില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡ്രോൺ പോലെ ബോക്സ് ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ പൊട്ടിക്കുന്ന ടൈമിലൊക്കെ പോയിന്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പോയിന്റ് കൂട്ടാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യാൻ ഒന്ന് എനിമീസിനെ കില്ല് ചെയ്യുക അല്ലെങ്കിൽ ഈ ബോക്സ് പൊട്ടിക്കാണ് വേണ്ടത്. അപ്പൊ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഐലാൻഡിൽ നിന്ന് ഗണ്ണ് പർച്ചേസ് ചെയ്യുന്ന ടോക്കൺസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയല്ല. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ വെറും 400 ടോക്കൺസ് ഉള്ളൂ. അപ്പൊ ഞാൻ 2-3 എനിമീസിനെ അങ്ങനെ ആകെ ടോട്ടലായിട്ട് കില്ല് ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ടോക്കൺസ് വളരെ കുറവായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗണ്ണ് നല്ലൊരു ഗണ്ണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ബാങ്ക് കൊണ്ട് AC8 400 ടോക്കൺസിൽ ഉണ്ട് കേട്ടോ. അപ്പൊ AC8 ഞാൻ പർച്ചേസ് ചെയ്ത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് 400 ടോക്കണിന് കുറവാണെങ്കിൽ നമുക്ക് ഗണ്ണിനെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഗണ്ണ് പർച്ചേസ് ചെയ്യാൻ ടോക്കൺസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഗണ്ണ് പർച്ചേസ് ചെയ്യാൻ മറന്നു പോയി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ മാച്ചിലേക്ക് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ വീണ്ടും നമ്മുടെ മാപ്പിലേക്ക് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ ഗണ്ണ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഞാനിവിടെ AC8 പർച്ചേസ് ചെയ്യുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ AC8 മാത്രമാണ് കാണാൻ പറ്റുക. അപ്പൊ അതും കിട്ടില്ല, ഗണ്ണേ കാണാൻ പറ്റുന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എനിമീസിന്റെ വല്ല കൂട്ടത്തിലൊക്കെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ കട്ട പുക കേട്ടോ. അപ്പൊ എന്തായാലും മാച്ച് തന്നെ ദുരന്തമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ എനിമീസിനെ കില്ല് ചെയ്തുകൊണ്ടോ അല്ലെ ബോക്സ് പൊട്ടിച്ചുകൊണ്ടോ ടോക്കൺസ് മാക്സിമം കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ല നല്ല ഗണ്ണ് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഷോർട്ട് ഗണ്ണിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് മിസ്റ്റേക്ക് നമ്പർ 4ലേക്ക് പോവാം. അപ്പൊ മിസ്റ്റേക്ക് നമ്പർ 4 എന്ന് വെച്ചാൽ മിഷ ക്യാരക്ടറിന്റെ സ്കില്ലില്ലാതെ നിങ്ങൾ മാക്സിമം വെഹിക്കിൾസീസ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ വെഹിക്കിൾസീസ് എടുക്കാതിരിക്കുക. അപ്പൊ എല്ലാ വെഹിക്കിളും നിങ്ങൾ എടുക്കേണ്ട ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ലംബോർഗിനി അതുപോലെ നമ്മൾ പിക്കപ്പ് ട്രക്ക് അല്ലേ, അതൊക്കെ എടുത്ത് അതൊന്നും എടുത്താൽ വലിയ സീൻ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ജീപ്പ്, ഓട്ടോറിക്ഷ അതുപോലെ തന്നെ നമ്മൾ ബൈക്ക് എന്നീ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിലെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ട് എനിമി ഇത് കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മളെ കാര്യം മിഷ ക്യാരക്ടറിന്റെ സ്കില്ലില്ല എന്നുകൂടി മനസ്സിലാക്കണേ പെട്ടെന്ന്. അപ്പൊ ജസ്റ്റ് അവർ സ്കോപ്പ് ചെയ്താൽ തന്നെ നമ്മളെ കയ്യിൽ സ്കില്ലുണ്ടോ സ്കില്ലില്ലേ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സ്കില്ലുണ്ടെങ്കിൽ അവരുടെ സ്കോപ്പിലെ എയിം ലോക്ക് വർക്ക് ആവുന്നതല്ല. പക്ഷെ സ്കില്ലില്ലെങ്കിൽ നമ്മൾ നൈസായിട്ട് അപ്പോൾ എനിമി ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യല്ലോ. അപ്പോൾ സ്കോപ്പ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെഹിക്കിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലോക്കാവും. അപ്പോൾ സ്കോപ്പീസ് നമ്മുടെ ദേഹത്തിൽ ലോക്കാവും. അത് പെട്ടെന്ന് തന്നെ നമ്മളെ കില്ലീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ മിസ്റ്റേക്ക് നമ്പർ 5ലേക്ക് പോവാം. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 5 എന്ന് വെച്ചാൽ നമ്മൾ ടീമേറ്റ് ആണ് നമ്മൾ വീണ്ടും റിവൈവ് ചെയ്യണം. അപ്പോൾ രണ്ടാമതായിട്ട് റിവൈവ് ചെയ്യാൻ ടൈമിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക്
പെട്ടെന്ന് ലൂട്ട് സെറ്റ് ആവാൻ വേണ്ടി ഡ്രോപ്പ് നോക്കിക്കൊണ്ട് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡ്രോപ്പ് നോക്കിക്കൊണ്ട് ലാൻഡ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ ഡ്രോപ്പ് നോക്കിക്കൊണ്ട് ലാൻഡ് ചെയ്യാണ്ട് നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഗണ്ണൊക്കെ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, എങ്കിൽ പോലെ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് പ്ലേസ്മെന്റ് ഒന്നും കിട്ടാതെ മൈനസ് വരെ നമുക്ക് കുറതും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡ്രോപ്പിന്റെ ഭാഗത്ത് ഇറങ്ങാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഗെയ്സ് നമ്മളെ മിസ്റ്റേക്ക് നമ്പർ 6 പോവാട്ടോ. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 6 എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ സ്കോഡ് മാച്ചൊക്കെ ആയി കളിക്കുന്ന സമയത്ത് നമുക്ക് ടോക്കൺസ് ഈ സ്കോർ അധികം ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ടീമേറ്റിനെ പൊക്കാനും അല്ല നമുക്ക് ഗണ്ണും കാലൊക്കെ സെറ്റ് ആക്കാനും ഒക്കെ ടോക്കൺസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ വെഹിക്കിളൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഇതുപോലെ തന്നെ ടോക്കൺസ് റിലീസ് ഏരിയ നോക്കിക്കൊണ്ട് നമ്മൾ ഇതുപോലെ ടോക്കൺസ് എടുത്തു പോകുന്ന ഒരു പ്രവണത. അപ്പോൾ ആ ടൈമിൽ പല ടൈമിൽ നമ്മൾ വണ്ടിക്ക് ഇതുപോലെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലംബോർഗിനിയൊക്കെ എന്തായാലും കുടുങ്ങും. അപ്പോൾ ഇതുപോലെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ ആവുകൊണ്ടാണ് ഒരു വിധി നമുക്ക് എടുക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കുടുങ്ങാൻ നോക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സൈഡിലൂടെ പോയാൽ മതി. അപ്പോൾ സെൻട്രലിലൂടെ തന്നെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഈ സൈഡിലൂടെ പോകുന്ന ടൈമിൽ തന്നെ ടോക്കൺസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ മിസ്റ്റേക്ക് നമ്പർ 7 പോവാം. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 7 എന്ന് വെച്ചാൽ മാക്സിമം പ്ലേയേഴ്സ് കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമ്മൾ വെൻഡിങ് മെഷീൻ, അപ്പോൾ ഏത് വെൻഡിങ് മെഷീൻ ആയിക്കോട്ടെ, അപ്പോൾ വെൻഡിങ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യാൻ ടൈമിൽ ആ വെൻഡിങ് മെഷീൻ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ട് എന്താണ് എടുക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ തപ്പി നടക്കുന്ന ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ടീമേറ്റിനെ റിവൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിവൈവ് ചെയ്യുക, പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്താ വേണ്ടത് നമ്മൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഇവിടെ ലാഗ് അടുപ്പിക്കാതിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അനങ്ങാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഈ ടൈമിൽ നമ്മൾ എനിമീസ് ആരെങ്കിലും സ്കോപ്പ് ചെയ്തുകൊണ്ട് ജസ്റ്റ് നമ്മളെ തലക്കിട്ടുകൊണ്ട് ഒരു ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാര്യത്തിൽ തീരുമാനമാട്ടോ. അപ്പോൾ ഒരിക്കലും ഇവിടെ ടൈം എടുക്കാതിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാഗ് തുറന്നിരുന്ന കുറേ അധികം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എവിടുന്നാ തുറന്നിരുന്ന പോലെ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു മുട്ട കുന്നുമെന്നൊക്കെ ഒരു പക്ഷേ ഇതുപോലെ ബാഗ് ഒക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് എന്താ വേണ്ടാത്ത എന്താ ഉള്ളതൊക്കെ ചെക്ക് ചെയ്യാട്ടോ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സ് ആണ് നിങ്ങൾ ഒരു കവർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത കാരണമൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ ബാഗ് ഒക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് ടൈം എടുത്ത് നമുക്ക് എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീടിൻ്റെ അകത്തൊക്കെയാണ് പിന്നെ ഈ പേടിക്കാൻ ആവശ്യമില്ല. അപ്പം എന്താ എങ്കിൽ പോലെ കുറേ അധികം ടൈം എടുക്കുക അറിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് നേരെ നമ്മൾ മിസ്റ്റേക്ക് നമ്പർ 8 പോവാം. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 8 എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ യൂസ് ചെയ്യാത്തതാട്ടോ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് 3 BR റാങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസ് നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ തന്നെ വീഡിയോൻ്റെ തമ്പനയിൽ എന്തായാലും ഇൻഡർ സ്ക്രീനിൽ കൊടുക്കുക. അപ്പോൾ ആ തമ്പനയിൽ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മിസ്റ്റേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോടെ കാണാം. ബൈ.